നമസ്കാരം. 5 തവണ തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK പാർട്ടി അധ്യക്ഷനുമായിരുന്ന കരുണാനിധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സ്മരണിക നാണയം പുറത്തിറക്കി. കരുണാനിധിയുടെ മകൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ സാന്നിധ്യത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഞായറാഴ്ച 100 രൂപ നാണയം പുറത്തിറക്കിയത്. കരുണാനിധി നൽകിയ സേവനത്തിന്റെ പേരിലാണ് കേന്ദ്രം നാണയം പുറത്തിറക്കിയതെന്ന് തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലൈ പറഞ്ഞു. കരുണാനിധിയുടെ സംസ്ഥാന സേവനത്തിന് 2024 100 രൂപ സ്മരണീയ നാണയം പുറത്തിറക്കുവാനുള്ള തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിസഭയും അനുമതി നൽകുകയായിരുന്നു. കരുണാനിധി രാജ്യത്തെ ഏറ്റവും ആദരണീയനായ നേതാക്കളിൽ ഒരാളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനും സമർത്ഥനുമായ ഭരണാധികാരിയുമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ആദരണീയനായ നേതാക്കളിൽ ഒരാളായ കലഞ്ചർ കരുണാനിധിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നത് വലിയ ബഹുമതിയും അഗാധമായ ആദരവുമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. കരുണാനിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അതികായനും സാംസ്കാരിക പ്രവർത്തകനും സാമൂഹ്യ നീതിയുടെ വക്താവുമാണ്. കൂടാതെ ദേശീയ ഭരണത്തിലും ജനാധിപത്യ തത്വങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച നേതാവാണ് കരുണാനിധി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച കരുണാനിധിയുടെ നയങ്ങളിൽ ഇന്ത്യൻ ഐഡന്റിറ്റി പ്രതിഫലിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തരിച്ച DMK അധ്യക്ഷനും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ കരുണാനിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും സമൂഹത്തിലും ഉന്നതനായ വ്യക്തിത്വമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ശതാബ്ദി സ്മാരക നാണയ പ്രകാശന ചടങ്ങിന്റെ വൻ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾക്കും പിന്തുണയ്ക്കും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നന്ദി അറിയിച്ചു.